കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴയിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ദുർഗന്ധപൂരിതം, യാത്രക്കാർ ദുരിതത്തിൽ. നഗരമധ്യത്തിലെ തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള നിർമ്മല ഹൈസ്കൂളിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നടപ്പാതയും പരിസരവും മനുഷ്യവിസർജ്യങ്ങൾ കൊണ്ട് നിറയുന്നത് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും കടുത്ത ദുരിതമാകുന്നു. പ്രദേശത്ത് പതിവായി ഉണ്ടാകുന്ന ഇത്തരം പ്രവൃത്തികൾ കാരണം കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ബസ് കാത്തുനിൽക്കുന്നവർക്കും തൊടുപുഴ ഭാഗത്തേക്ക് പോകാൻ ഇവിടെ എത്തുന്നവർക്കും മഴയത്ത് അഭയം പ്രാപിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിസർജ്യങ്ങൾ കാരണം രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വഴി നടക്കുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ വൃത്തിഹീനമായ അവസ്ഥ കാരണം യാത്രക്കാർ ഇപ്പോൾ ഇവിടെ നിൽക്കാതെ നിർമ്മല സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ഇത് ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തി ആളെ കയറ്റാൻ കാരണമാകുന്നു. തിരക്കേറിയ ആരക്കുഴ ജംഗ്ഷനിൽ ഈ പ്രവണത വലിയ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ തങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇതിന് പിന്നിലെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. ഇദ്ദേഹത്തെ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വെയിറ്റിംഗ് ഷെഡും പരിസരവും ശുചിത്വത്തോടെ നിലനിർത്താനും അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് യാത്രക്കാരും വ്യാപാരികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.